അതുകൊണ്ട് തന്നെ ഇവിടെ വ ഇലാഹുക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഇലാഹു വാഹിദുൻ വാഹിദായ ഇലാഹാകുന്നു. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹിന് നൽകിയൊരു വിശേഷണമാണ് വാഹിദുൻ എന്നത്. ഇലാഹു വാഹിദ് 11 തവണ ഇങ്ങനെ ആവർത്തനം വന്നിട്ടുണ്ട്. ഇലാഹം വാഹിദൻ എന്നും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ മുമ്പ് നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇലാഹം വാഹിദ എന്നിടത്ത് പഠിക്കുകയുണ്ടായത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹു വാഹിദ് എന്നതിനെ ഇങ്ങനെ ആവർത്തിച്ചത്? ഈ ഒരു വിശേഷണം ഇലാഹുൻ എന്നതിൻ്റെ സിഫത്താണ്, വിശേഷണമാണ് വാഹിദുൻ എന്നത്. 11 തവണ ഈ ആവർത്തനം വന്നു. ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് 3 തവണ ആവർത്തിച്ചു വന്നു. ഇലാഹം വാഹിദൻ എന്ന് 3 തവണ ആവർത്തിച്ചു വന്നു. അവിടൊക്കെ ഈ വാഹിദ് സിഫത്താണ്. എന്തിനാണ് ഈ ഒരു വിശേഷണം? അതെന്താണ് അറിയിക്കുന്നത്? അള്ളാഹുവിൻ്റെ സത്തയുടെയും നാമഗുണ വിശേഷണങ്ങളുടെയും ഏകത്വത്തെയാണ് ഈ ആവർത്തനം അടിവരയിട്ട് അറിയിക്കുന്നത്. ഇലാഹു വാഹിദ് എന്ന് പറയുമ്പോൾ വാഹിദ് അർത്ഥമാക്കുന്നത് അന്നഹു ലാ സാനിയ ലഹു, അള്ളാഹു ഒന്നേ ഉള്ളൂ, മറ്റൊരു ഇലാഹ് ഇല്ല. നഫിയുല്ലിൽ അദദ്, മറ്റൊരു ആരാധ്യനെ നിരാകരിക്കാനാണ് വാഹിദ് എന്ന ഇവിടെ ഇലാഹിനെ വിശേഷിപ്പിച്ചത്. അതിന് മറ്റൊരർത്ഥം അന്നഹു ലാ ശരീക ലഹു വലാ നദീർ, ഇലാഹിന് യാതൊരു കൂറുകാരും പങ്കുകാരും തുല്യരും ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു ഇലാഹില്ല, യഥാർത്ഥ ആരാധ്യന് കൂറുകാരോ തുല്യരോ ഇല്ല. ഈ ആശയത്തെ ഉണർത്താനാണ് ഇലാഹു വാഹിദ് എന്ന വിശേഷണം വന്നത്. അത് ഉറപ്പിക്കാനാണ് ആവർത്തനം ഉണ്ടായത്.